ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മഡോസിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മൾ ലാസ്റ്റ് വീക്ക് ഫുള്ള് ഫീവറും അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര അപ്സെറ്റായി പോയിരിക്കുകയായിരുന്നു. 2 ദിവസം ഫുള്ള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെന്നൊക്കെ. ഐ എം സോ ഹാപ്പി നിങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കുന്നെങ്കിലും ഉണ്ടല്ലോ. എനിക്ക് ആൾക്കാരൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെന്ന്. സോ ഇന്ന് നമ്മൾ നമ്മുടെ മദ്രസിനുള്ളിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ഇനി ക്ലീനിങ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. പിന്നെ ഫെൻസിങ്ങിലൊക്കെ ലൈറ്റ്സ് കൊടുക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഇന്ന് നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണേ. രാവിലെ തന്നെ ഞാൻ പോയിട്ട് പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരുവാണേ. കാണുന്നതല്ല, അയ്യോ ഭയങ്കര വെയിറ്റാണ് കേസ്, എന്നെ കൊണ്ട് പൊക്കാൻ പോലും പറ്റുന്നില്ല. സോ ഇനി നമുക്ക് താഴെ ചെന്നിട്ട് കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കും ടിപ്പോൻ എന്ത് ചെയ്യുന്നത്? ടിപ്പോൻ ഓൾറെഡി അവിടെ താഴെ ചെന്നിട്ടുണ്ട്. പാവം പുള്ളിയും ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അവനും മേടിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കൊടുക്കാൻ. സോ ഗൈസ് നമ്മുടെ ടിപ്പോ വന്നേക്കാണ്. പാവം അവനവിടെ അമ്മയുടെ കൂടെ രാവിലെ ഇറങ്ങി വന്നാണ്. വെള്ളം പോലും കുടിച്ചില്ല പാവം. അപ്പം നമ്മുടെ അടുത്ത് കൊള്ളാമെന്ന് ചോദിക്കും, എത്ര നേരം എവിടെയായിരുന്നു? മതി മതി, പൊക്കോ പൊക്കോ, കയറി പൊക്കോ പോ. അവളത് കിടന്ന് അമ്മ അവിടെ നടക്കുക വലിയ പരിപാടികളിലാണ് ഗൈസ്. എന്നാ ടീമേ? സോ ഗൈസ് നമ്മളിവിടെ ഇതിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ പുല്ലപ്പുറത്തേക്ക് തള്ളിയിരിക്കും. അപ്പോൾ കുറച്ചും കാണാനും നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര ഡേഞ്ചർ കേട്ടോ. നമ്മുടെയൊക്കെ കൈ എത്ര വട്ടം മുറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഐഡിയ പോലും ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഇനി ഫുഡ് നമ്മൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. 10 മണിക്കാണ് സാധാരണ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാറുള്ളത്. രാവിലെ നല്ല ഫീലല്ലേ ഇവിടെയൊക്കെ കാണാൻ. കുറച്ച് പുല്ലിങ്ങനെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ മനസ്സിൽ വിചാരിച്ചൊരു സംഭവം കിട്ടത്തുള്ളൂ കേട്ടോ. പുല്ല് വളർന്നിട്ടില്ല ഗായ്സിന്, പുല്ല് വളരും, എന്നാലും ആ ഒരു ഫീലൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. എന്നാലും നല്ല ഫീലുണ്ടല്ലേ. ഫോണിൽ നിങ്ങൾക്ക് ആ ഒരു അത്ര ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. എന്നാ ഇവന് പ്രശ്നം? നിനക്ക് എന്നാ പ്രശ്നം? പറഞ്ഞു കേൾക്കട്ടെ. എന്നാ നിനക്ക് പ്രശ്നം? ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നതാണ് ഗൈസ്. അവൻ എന്തൊക്കെയോ ഫുഡിൻ്റെ മണമൊക്കെ അടിക്കുന്നുണ്ട്. അവന് പൊറോട്ടയുടെ മണം അടിക്കുന്നുണ്ട്. അല്ലടാ, പൊറോട്ട എൻ്റെ അടുത്തല്ല. ടിപ്പോന് മനസ്സിലായി ഗൈസ്, അവിടെ നിന്നാണ് പൊറോട്ടയുടെ മണം അടിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതാണ്ട അമ്മയുടെ ഓറണക്കാണേ. അമ്മേ പൊറോട്ട എടുത്തോ എന്ന് ചോദിച്ചു. പൊറോട്ട ലവർ. അയ്യോ എൻ്റെ അമ്മ. അമ്മ ടിപ്പുവിന് ചെളി പറ്റാതെ പ്ലാസ്റ്റിക്കിൻ്റെ മോളിൽ വെച്ച് കൊടുത്താ. അപ്പം ടിപ്പു അതെടുത്ത് താറയിട്ട് കല്ലുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. എന്താണ്ടോ ടിപ്പുമാൻ അവരുടെ അടുത്തൊന്ന് ചോദിച്ചോണ്ടിരിക്കണേ. അവരുടെ അടുത്തൊന്നും കിട്ടില്ലെന്ന് മനസ്സിലായേ ഗൈസ്. നമ്മുടെ മഡ്ഡോസിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു അറ്റകുറ്റപ്പണിയാണ് നമ്മൾ പ്ലംബിങ് വയറിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാലൻസ് ഉള്ള സ്ഥലമൊക്കെ നമ്മൾ മണ്ണ് തേച്ച് സെറ്റാക്കുന്ന കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള സ്ഥലമൊക്കെ മണ്ണ് തേച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഫുള്ള് മണ്ണ് തേച്ചത് ഞാനും അമ്മയോട് കൂടിയിട്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഏറ്റവും കൂടുതൽ മണ്ണ് തേച്ചേക്കുന്നത് ഈ അമ്മ ശരിക്കും. അപ്പോൾ ഇത് ഏകദേശം തീരാനായി. വേറൊരു കൊച്ചും കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരുള്ളിൽ മണ്ണ് വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പുറത്ത് വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത്യാവശ്യം നമ്മുടെ ഡെയിലി യൂസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മാറ്റിയൊക്കെ വെച്ചു. ഇതോടുകൂടി ഏകദേശം മണ്ണ് തേക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൽ മറ്റേ പെയിൻറ്റിങ് ഇല്ലേ, ട്രൈബ്സ് പെയിൻറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മറ്റേ ട്രയാങ്കിൾ വെച്ചിട്ട് മനുഷ്യരെയൊക്കെ വരയ്ക്കുന്നത്. ആ പരിപാടിയാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ എനിക്കതിനെ പറ്റിയ മോഡലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കാരണം ചിലത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരയ്ക്കാൻ ഉള്ള ടാലൻറ്റ് എനിക്കില്ലത്. സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആർക്കെല്ലാം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഐഡിയകളൊക്കെ കിട്ടുവാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് ആകൃതിയിൽ കട്ട് ചെയ്തിട്ടേ ഇങ്ങനെ ഇതിൽ മുക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അപ്പോഴത് കറക്റ്റായിട്ട് വരില്ലല്ലോ. വരുമോ? എനിക്കറിയില്ല. ചിലപ്പോൾ മണ്ണ് പൊളിഞ്ഞു വരുമെന്ന് സംശയം അല്ലേ? അതെ അതെ.
അവർ സാധാരണ ഇത് വരയ്ക്കും അങ്ങോട്ടാണ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല അത് വരയ്ക്കുന്ന ആരെ എനിക്കറിയത്തേ ഇല്ല അതെങ്ങനെയാണ് സെറ്റപ്പെന്ന്. മണ്ണ് പല പല കളറുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല ചുമന്ന കളറിലുള്ള മണ്ണ് എടുക്കുന്നത്. വേണ്ട ഈ മണ്ണ് എടുക്കുന്നത്. പിന്നെ ഈ മണ്ണിന് കുറച്ചും കൂടെ പശയും കൂടുതൽ അല്ലേ? പശ കൂടുതലുള്ള മണ്ണ് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊളിഞ്ഞു പോകും. ഇത് നമ്മൾ ബൾക്കായിട്ട് ഇത് തൂക്കുന്ന സമയത്ത് കുറേ മണ്ണ് വെട്ടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിനുള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് കയറി ഇന്ന് കാലുകൊണ്ട് ചവിട്ടി കുഴച്ചിട്ടായിരുന്നു നമ്മളിത് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. എത്രത്തോളം നന്നായിട്ട് ഇത് കുഴയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നന്നായിട്ട് നമുക്കിതിൻ്റെ എന്താ പറയുക തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ കല്ലും അതും ഇതൊക്കെ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഫിനിഷിങ്ങും ഉണ്ടാകത്തില്ല. സോ ഒരുപാട് നന്നായിട്ട് കുഴയ്ക്കുന്ന അത്ര നന്നായിട്ട് ഔട്ട്പുട്ട് നല്ലതായിരിക്കും. ഗൈസ് ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തുളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അടച്ചു വെച്ചു. കാരണം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഫംഗസൊക്കെ പോലത്തുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവരുതല്ലോ. ഇത് രണ്ടും എടുക്കാം. ഇവിടുത്തെ വെയിൽ എന്നാന്ന് കാണണമെങ്കിൽ കണ്ടോ, ചുമ്മാ ഒരു മറ്റേ മൺകട്ടയായിരുന്നു. അത് നോക്കിക്കേ, കല്ല് വരെ പോയി. പക്ഷെ പുറത്ത് ഇത്ര വെയിലാണെങ്കിലും ഈ മഡ് ഹൗസിൻ്റെ ഉള്ളിലത്തെ തണുപ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നിങ്ങൾ വണ്ടറായി പോകും. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഒരു ആർക്കിടെക്ചറിന് പറ്റിയ വീടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ മനകൾ, ആ ഒരു ടൈപ്പ് വീടുകളാണെന്ന് പറയുന്നുണ്ട്. കാരണം അതിനകത്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്തേക്കുന്ന മൺകട്ടകളാണല്ലോ. ഇപ്പോൾ ഈ സിമെൻറ്റ്, കോൺക്രീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഒരു നാടിന് പറ്റിയ ഒരു സാധനമേ അല്ല. കാരണം ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടുതലായിട്ടും മൺവീടുകളിനകത്താണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ച് നേരം മൺവീടിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയായിട്ട് ഒരു ടെമ്പറേച്ചർ അഡാപ്റ്റായിട്ട് നമുക്കത് പിന്നെ ഉള്ളിൽ തണുപ്പായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ നല്ല ചൂടത്തുനിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പായിട്ട് തോന്നും. അങ്ങനൊരു ഇതാട്ടോ ഈ മഡ് ഹൗസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. സോ ഗൈസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി 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 വെക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ വരുള്ളൂ. മുകളിൽ എടുത്ത് വെച്ചാൽ ഒരു ഇച്ചിരി ലൂസായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുള കൊണ്ട് തന്നെ ടൈറ്റ് ആക്കാൻ പോകണം. ശരിയായോ? എല്ലാവരും ഇച്ചിരി അങ്ങനെ പൊടിക്കും കൂടെ. അതെ. സോ ഗൈസ് ഇത് നോക്കിക്കേ എന്നാന്ന് ഉണ്ണിമാങ്ങാസ്. കുറേ ഉണ്ണിമാങ്ങ കിടപ്പുണ്ട് ചുവട്ടിൽ. ഹായ് ഗൈസ്. സോ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോകട്ടോ. ഇപ്പോൾ ഒരു 3 മണിയായി. 4 മണി വരെ നമ്മുടെ ഇവിടെ വർക്കേഴ്സ് ഉണ്ടാവും കേട്ടോ. കാശല്ലേ. ഞാനിപ്പോൾ പറന്നു പോകും ഗൈസ്, പറന്നു പോകുന്നു. ഇത് കണ്ടോ ഒരു സാധനം, ഇതെന്നാ നോക്കിക്കേ. പൊട്ടയുടെ പൂവല്ലേ? ആണോ? മാവിൻ്റെ ഒക്കെ ചെറിയൊരു സാധനം പോലെ. എവിടെ ഇവിടെ പിടിക്കാൻ സ്ഥലമുണ്ടോ? അയ്യോ, നല്ല രസമായിരുന്നല്ലോ. ടിപ്പുമോ വന്നേക്കുവാണേ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
എല്ലാവരും കാണട്ടടാ നീ ഇതുപോലെ അലമ്പനും പറഞ്ഞ കേൾക്കില്ലാത്തവനാന്ന്. സോറി ഗൈസ്, വീഡിയോ കണ്ടിട്ടെല്ലാം പേടിച്ചു. ഓ നിങ്ങളൊക്കെ കാണുന്ന പറഞ്ഞപ്പോട്ട് ഇപ്പൊ നന്നായി. എവിടുന്ന് ഞാനാ നന്നാവാനാ? ഒന്ന് പോടീത്. നീ പോടാ മക്കനെ. സോ ഗായ്സ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി. ഇതാകുമ്പേ എടാ നീ അവിടെ സ്റ്റക്കായിട്ടിരിക്കൂടാ. സോ ഗായ്സ്, അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ള ഇന്നത്തെ പരിപാടി. നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ പോവാം. നല്ല കാറ്റാ, നോക്കിക്ക്. ടിപ്പുമോൻ ആരടാ വഴി തരാൻ നിൽക്കുന്നത്? ഞാൻ മാക്സിമം നേരത്തെ വ്ളോഗ് ഇടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേസ്. ഒന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ഒന്നും പറ്റാതെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. സോ see you all tomorrow.